കോഴിക്കോട് മാവൂരിലെ നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി സൗഹൃദ കൂട്ടായ്മ. എല്ലാ മാസവും കുടുംബത്തിന് ആവശ്യമായ വീട്ടുസാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും നിത്യയുടെ പഠനം ഏറ്റെടുക്കുമെന്നും കൂട്ടായ്മ അറിയിച്ചു. നിത്യയുടെയും 2.5 വയസ്സുകാരി അടങ്ങുന്ന കുടുംബത്തിന്റെ ദുരവസ്ഥ ജനം ടിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. വഴിയരികിൽ തുണി കൊണ്ട് മറച്ചുകെട്ടിയ കുടിലിൽ താമസിക്കുന്ന നിത്യയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ജനം ടിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് സഹായഹസ്തവുമായി സൗഹൃദ കൂട്ടായ്മ രംഗത്തു വന്നത്. കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകുകയും ചെയ്തു. കൂടാതെ നിത്യയുടെ പഠന ചിലവ് ഏറ്റെടുക്കുമെന്നും കൂട്ടായ്മ അറിയിച്ചു. ജനം ടി വി എന്ന് പറയുന്ന ചാനലിനോട് നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസമുണ്ട്. അന്നേരം ജനം ടി വിയിലൂടെ ഒരു ന്യൂസ് വന്ന സ്ഥിതിക്ക് നമുക്കത് 100% ജെനുവിൻ ആയിരിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ന് തൊട്ട് കണ്ടിന്യൂസ് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നാളും മാസാമാസം ഒരു 15-ാം തീയതി 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വീട്ടു സാധനങ്ങളിലൂടെ എത്തിക്കും. അതുപോലെ തന്നെ ഈ മുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫിനെ ആ കുട്ടി +2 കഴിഞ്ഞാന്ന് പറഞ്ഞു. അന്നേരം ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മുത്തു നമ്മളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് നമ്മൾ പഠിപ്പിച്ച് എവിടെയെങ്കിലും ജോലി മേടിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ ചിലവും ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും കൂടി വഹിക്കുന്നതായിരിക്കും. വരുമാനത്തിൽ നിന്ന് ചെറിയ തുക മാറ്റിവെച്ചാണ് ഇവർ തങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുടുംബത്തിന് നൽകുന്നത്. അവകാശങ്ങളൊന്നും പറയുന്നില്ല. ചെറിയ തോതിൽ ഒരു 50 രൂപ കൊടുക്കുകയാണെങ്കിൽ അതൊരു കുടുംബത്തിന് സഹായകരമാവുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് മെല്ലെ സ്റ്റെപ്പായിട്ട് തുടങ്ങുന്നത്. നമ്മൾ കൊടുത്തത് കുറച്ച് ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് കൊടുത്തത്. വെള്ളമോ വെളിച്ചമോ ഇല്ലാത്ത ഷീറ്റ് കൊണ്ട് മറച്ച ഒട്ടും സുരക്ഷിതമല്ലാത്തിവിടെ ഏറെ ഭയത്തോടെയാണ് ഈ 8-അംഗ കുടുംബം കഴിയുന്നത്. ഇങ്ങനെ പലരിൽ നിന്നും ലഭിക്കുന്ന സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിന്റെ പട്ടിണി മാറുന്നത്. ഇവരെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ്. അവരിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു ഒരു കൂട്ടായ്മ. അപ്പോൾ അത് തന്നെ വലിയൊരു ഭാഗ്യം. പിന്നെ എൻ്റെ പഠിത്തത്തിൽ കൂടി അവർ ഏറ്റെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ +2 പഠിച്ചു കഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ജോലിയൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പം മോൾക്കൊരു 3 വയസ്സായി ജോലി കിട്ടാൻ വേണ്ടി ഞാൻ നോക്കി. അപ്പോൾ അവരെ അത് ഏറ്റെടുത്തു. വലിയ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ വിചാരിക്കും. അത് ജോലി കിട്ടിയാൽ പിന്നെ കുടുംബത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അങ്ങനെ അപ്പോൾ എനിക്കും പണിയില്ല, ഏട്ടർക്കാകുള്ള പണി. ആ പണി എടുത്തിട്ടാണ് വീട്ടിൽ ചിലവൊക്കെ നോക്കുന്നത്. അപ്പോൾ എനിക്കും കൂടി ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഇതായാണ്. അത് ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ രാത്രി ഇവർ വെള്ളത്തിൽ മേലോട്ട് കയറുന്നവർ മെല്ലെ ഇങ്ങോട്ട് പതിഞ്ഞ് ബേക്കൂടെ വരാമെന്ന്. അപ്പോൾ ഞാൻ ഏട്ടറിലുകൊണ്ട് രക്ഷപ്പെട്ട്. ഏട്ടറില്ല ബേപ്പൂർ പോകാറുണ്ട്. അപ്പോൾ ഏട്ടർ ബേപ്പൂർ പോയി പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഉണ്ടാകാറ്. അപ്പോൾ ഒരു പേടിയാണ്, അടച്ചുറപ്പില്ലാത്തത്. ഞങ്ങൾക്കൊരു അടച്ചുറപ്പുണ്ടെങ്കിൽ സുഖമായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. ചെറിയൊരു മോളുള്ളൊരു പേടി. സ്വന്തമായൊരു വീടെന്നത് ഈ കുടുംബത്തിന് ഇപ്പോഴും സ്വപ്നം മാത്രമാണ്. ജനം, കോഴിക്കോട്.